ന്യൂസ് ഇടുക്കി. കോഴിക്കോട് കനിവ് സ്നേഹതീരം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കായി സ്നേഹസംഗീത സാന്ത്വനം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ നിരാലംബർക്കും നിരാശ്രയർക്കും സംഗീതം ആശ്വാസമാണെന്നും കൈതപ്രം. ആലപ്പുഴ മാവേലിക്കരയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് BJP പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യം. പ്രതിഷേധ പരിപാടി ജനറൽ സെക്രട്ടറി ബിനു ചാങ്കോരത്ത് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം മാലുവയിൽ വാക്കുതർക്കത്തിനിടെ 70-കാരനെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത് ഏഴിക്കര സ്വദേശി ശ്രീകുമാർ. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സർക്കാർ ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ 8 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ 3 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകണം. മോശം കാലാവസ്ഥയെ തുടർന്ന് 2020 ലോക ചാമ്പ്യൻസ് ടീം നാട്ടിലെത്തുന്നത് വൈകും. ബുധനാഴ്ച എത്താനിരുന്ന ടീം അംഗങ്ങൾ വ്യാഴാഴ്ച എത്തുമെന്നാണ് വിവരം. ഒമർ ലുലുവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി. മയക്കുമരുന്ന് ചേർത്ത മദ്യം നൽകിയ അബോധാവസ്ഥയിൽ പീഡിപ്പിച്ചെന്ന് യുവനടി. അവിവാഹിതനാണെന്നും വരാനിരിക്കുന്ന സിനിമകളിൽ അവസരം നൽകുമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു പീഡനമെന്നും ആരോപണം. കൊല്ലം മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ ഡിവൈഡറിലേക്ക് ടോറസ് ലോറി ഇടിച്ചു കയറി. വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. തെറ്റായ റോഡ് അലൈൻമെന്റ് കാരണം റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു.